നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇപ്പോൾ വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങളിലൂടെയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പ്രധാന വിഷയം. ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ മണിക്കൂർ കഴിയുന്തോറും പുതിയ സ്ക്രീൻഷോട്ടുകളും ശബ്ദരേഖയും ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ തന്നെ പലരും പരാതിപ്പെടുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുണ്ട്. പക്ഷേ പോലീസിൽ ഒരു കംപ്ലയിൻറ്റ് പോയിട്ടില്ലെങ്കിൽ പോലും യുവതിയുടെ ശബ്ദരേഖ തകൃതിയായി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും രാഹുലിൻ്റെ ഇനി മുന്നോട്ടുള്ള പോക്ക്? ഒരു പത്രസമ്മേളനം വിളിച്ചു, ഏറ്റവും ഒടുവിൽ അത് റദ്ദ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇതൊരു സീരിയൽ കണക്കെ ആദ്യം ശബ്ദരേഖയുടെ ചില മുറിക്കഷ്ണങ്ങൾ വീഴുന്നു, പിന്നീട് ശബ്ദരേഖയുടെ ഒരു ഭാഗം, ഇന്നിപ്പോൾ കണ്ട രണ്ടാം ഭാഗം പുറത്തു വന്നു. ഇനിയും ശബ്ദരേഖ തുടരുമെന്ന് റിപ്പോർട്ടർ ചാനൽ പറയുന്നുണ്ട്. ഈ ശബ്ദരേഖയ്ക്ക് പിന്നിലുള്ള നിഗൂഢതകൾ പുറത്തു കൊണ്ടുവരുമെന്ന് എതിർ ക്യാമ്പുകൾ പറയുന്നുണ്ട്. എന്തായാലും ശബ്ദരേഖ കൊഴുക്കുകയാണ്. ഇതിൽ വളരെ ശക്തമായൊരു വിഷയം നിലനിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ശബ്ദരേഖയാണ് കേരളം തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ യുവതി ഗർഭചിത്രത്തിന് താൻ വിധേയയാകാൻ ഒരുക്കമല്ല എന്ന് ഈ ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. ആദ്യ ശബ്ദരേഖയിൽ ഈ ഗർഭചിത്രം നടത്തുന്നതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്ന ഭാഗം നമ്മൾ കേട്ടത്. അമിത രക്തസ്രാവം ഉണ്ടാകും, ഡോക്ടറെ കണ്ടൊരു ഗുളിക കഴിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപദേശിക്കുന്നു. പക്ഷെ അത് അമിത രക്തസ്രാവത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് യുവതി പറയുന്നു. പിന്നീട് രണ്ടാം ശബ്ദരേഖ ഭാഗത്ത് നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നു. രാഹുൽ ആ യുവതിയെ വീണ്ടും ശക്തമായി പ്രേരിപ്പിക്കുകയാണ് ഗർഭചിത്രം ചെയ്യാൻ, ഇല്ലെങ്കിൽ എൻ്റെ ഭാവി, എൻ്റെ കരിയർ, അത്തരം ആകുലതകൾ രാഹുൽ പങ്കുവയ്ക്കുന്നു. അതിലൊന്നും ഭയപ്പെടേണ്ടത്, ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊള്ളാം എന്ന് ആർജവത്തോടെ പറയുന്നൊരു യുവതിയുടെ ശബ്ദരേഖ. ഈ ശബ്ദരേഖ നമുക്ക് മുന്നിലെത്തുമ്പോൾ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു വ്യക്തിയുടെ തികച്ചും സ്വകാര്യതയെ മാനിക്കുന്ന വിഷയമാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന പൊതുപ്രവർത്തകനാണ് ഒരു വശത്ത്. ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിച്ചു, പ്രേരിപ്പിച്ചു എന്ന കുറ്റം അയാൾക്ക് മേൽ ചാർത്താം. പക്ഷേ അതിന് ആധികാരികത വേണം. ഈ ശബ്ദരേഖ എവിടെ നിന്ന് ലഭിച്ചു, ആരുടേതാണ്? ഈ ശബ്ദരേഖയുടെ ശബ്ദം യഥാർത്ഥത്തിൽ ഒരു യുവതിയുടേത് തന്നെയാണ്, അത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ്? നമുക്ക് ഈ സംശയം മുന്നിലുള്ളപ്പോൾ രണ്ട് തലങ്ങളിൽ നിന്ന് നോക്കാം. ഒന്ന്, ഇത്തരമൊരു വ്യാജ ശബ്ദരേഖയാണ് പുറത്തിറങ്ങിയത് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെ അത് നിഷേധിക്കേണ്ടതായിരുന്നു. ആ ശബ്ദരേഖ എൻ്റേതല്ല എന്ന് രാഹുൽ പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കും. പിന്നീട് ശബ്ദരേഖയുടെ ആധികാരികതയെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ യുവതിക്ക് രംഗത്ത് വരാം, അവർക്ക് പരിശോധനയ്ക്കായി പരാതികൾ നൽകാം. അത് നിയമപരമായ നടപടികൾ. എന്നാൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രണ്ടാം ശബ്ദരേഖ വരുന്ന നിമിഷം ഒരു മാധ്യമ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. പിന്നീട് നാടകീയമായ ഒട്ടനവധി സംഭവ വികാസങ്ങൾ. ഈ ഗർഭത്തിൻ്റെ യഥാർത്ഥ കഥ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുമെന്ന പ്രതീക്ഷയിൽ മാധ്യമപ്രവർത്തകർ അടൂരിലെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുന്നു. വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിയോടുകൂടി വീട് തുറക്കുമെന്നും രാഹുൽ പുറത്തേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ മാധ്യമപ്രവർത്തകർ അവിടെ കാത്തു നിൽക്കുന്നു. പക്ഷേ 5 മണിക്ക് ശേഷം വളരെ നേരം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമ സമ്മേളനം നടത്തുന്നില്ല എന്ന പ്രഖ്യാപനം നടത്തുന്നു. അതിന് കാരണമായി പറയുന്നത് രാഷ്ട്രീയ നേതാക്കൾ പെട്ടെന്ന് ധൃതി പിടിച്ചൊരു മാധ്യമ സമ്മേളനം നടത്തേണ്ടതില്ല എന്ന് ഉപദേശിച്ചുവെന്നാണ്. ആ ഉപദേശത്തിൽ അർത്ഥമില്ല. കാരണം ഒരു ശബ്ദരേഖ അന്തരീക്ഷത്തിൽ അലയടിക്കുകയാണ്. ആ ശബ്ദരേഖയെക്കുറിച്ച് പ്രതികരിക്കുമെന്നാണ് പൊതുവെ കേരളം കരുതിയത്. അപ്പോൾ ഇവിടെ നിശബ്ദനായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഒന്ന്, ആ ശബ്ദരേഖയെ നിഷേധിക്കാനുള്ള ആർജവം തനിക്കില്ല. 2, ആ ശബ്ദരേഖയെ നിഷേധിച്ച് യുവതിയെ പ്രൊവോക്ഡ് ആക്കിയാൽ കൂടുതൽ നിയമപരമായ നടപടികൾക്ക് താൻ വിധേയനാകുമോ എന്ന ഭയം. നമുക്കങ്ങനെ ധരിക്കാൻ ഈ ഘട്ടത്തിൽ നിർവാഹമുള്ളൂ. എന്നാൽ മറുവശത്ത് യുവതിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു വലിയ അനീതി കൂടി അവശേഷിക്കുന്നു. അതും നമുക്കിവിടെ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ആ യുവതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് നേർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ പ്രോപ്പർ വഴികളിലൂടെ പോവുകയാണ്. ഒന്ന് പോലീസിനെ സമീപിച്ച് പരാതി നൽകുക, അല്ലെങ്കിൽ എന്താണ് ആ യുവതി പ്രതീക്ഷിക്കുന്നത് എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തേണ്ട, നിയമ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു ജനപ്രതിനിധിക്കെതിരെ കണ്ടശ ശബ്ദരേഖ പുറത്തുവിടുന്നു, മറ്റെന്തെങ്കിലും ബ്ലാക്ക് മെയിൽ ഇത്തരം നീക്കങ്ങളിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. ആ ബ്ലാക്ക് മെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ യുവതി ഗർഭിണിയായിരുന്നോ, അതോ ഇനി ഒരു ഗർഭാവസ്ഥ ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയതാണോ, അതോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വിവാഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ളൊരു സമ്മർദ്ദമാണോ, മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ?
ഇതിലപ്പുറം മറ്റ് ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്, ഈ ശബ്ദരേഖ നേരത്തെ തന്നെ ഏകദേശം 1 മാസം മുൻപ് റിപ്പോർട്ടർ ചാനലിന് കിട്ടിയിരുന്നു. റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല, മറ്റ് ചില മാധ്യമ പ്രവർത്തകരുടെ കൈകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ്. കാരണം ഈ ഒരു മാധ്യമ പ്രവർത്തകയ്ക്കാണ് ഇത്തരമൊരു ദുർവിധി സംഭവിച്ചത്. അവർ തൻ്റെ കൂട്ടുകാർക്ക് ഈ ശബ്ദരേഖ അയച്ചു കൊടുത്തു. അവരിൽ ചിലർ ശത്രുപക്ഷത്ത് ഈ ശബ്ദരേഖ എത്തിച്ചു. ശത്രുക്കൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ രാഹുലിനെ വേട്ടയാടുകയാണ്. ഇവിടെ ഇരയാക്കപ്പെട്ട യുവതി വീണ്ടും മാധ്യമങ്ങളിലൂടെ ഇരയാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത് എന്നൊരു വാദമുഖവും ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ യുവതിക്കെതിരെ ഇപ്പോൾ മാധ്യമങ്ങൾ നടത്തുന്നത് വലിയ ക്രൂരതയാണ്, അവരുടെ ശബ്ദരേഖ ഇങ്ങനെ കണ്ടെച്ചാൽ പുറത്തു വിട്ടുകൊണ്ട്. ഇനി അതല്ല, യുവതി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു ശബ്ദരേഖ നാടകമെങ്കിൽ അത് കൂടുതൽ അപകടകരമാണ്. അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ആസൂത്രകരെ കണ്ടെത്തേണ്ടതുണ്ട്. ആ യുവതിയുടെ ഇൻറ്റൻഷൻ വളരെ വ്യക്തമായി കേരളത്തിന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതല്ലാതെ ഓരോരുത്തരെയും ഇങ്ങനെ ഇരുട്ടറിയിൽ നിർത്തി ഇരുട്ടടി കൊടുക്കുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുക, അതത്ര ഒരു ശരിയായ കീഴ്വഴക്കമല്ല. കേരളം പൊതുവെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രോശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ കല്ലേറ്. ഇത്ര നികൃഷ്ടനായ പെൺവേട്ടക്കാരനെ എന്തിന് പാലക്കാട് ചുമക്കുന്നുവെന്ന് ചോദ്യമുയർത്തി BJPയും LDFും ഒക്കെ പാലക്കാട് ഇളക്കി മറിക്കുന്നു. പാലക്കാട് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സ്വാഗത കമ്മിറ്റിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പ്രസ്താവന ഇറക്കുന്നു. രാഹുൽ മാങ്കൂട്ടം എറിഞ്ഞു വീഴ്ത്തപ്പെടേണ്ട ഒരു ബിംബമാണ് എന്ന് PK ശ്രീമതി ഉൾപ്പെടെയുള്ളവർ ആക്രോശിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ സാംസ്കാരിക കുപ്പായമണിഞ്ഞ നിരവധി പേർ, ഹണി ഭാസ്കറിനെ പോലെയുള്ള നിരവധി ആളുകൾ, എഴുത്തുകാരികൾ, പ്രേംകുമാറിനെ പോലെയുള്ള ചിന്തകർ, അവരൊക്കെ രാഹുൽ മാങ്കൂട്ടം എന്ന വിഗ്രഹം ഇനി കേരളത്തിന് വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെ ഒരു നാൾ വഴി ഒരിക്കൽ കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. ഈ കഴിഞ്ഞ ദിവസം ആദ്യം ഉയർന്നു വന്ന ഒരു ഗർഭക്കേസ്, അതിനെ ചൊല്ലി ഉണ്ടായ ഒട്ടനവധി വിവാദങ്ങൾ, അത് അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇരട്ടി ശോഭ വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കരുത്താർജിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ 2 ആഴ്ച മുമ്പ് വരെ കണ്ടു. പക്ഷെ പൊടുന്നനെ ഒരു സിനിമാ നടി റിനി ആൻ ജോർജ് രാഹുലിനെതിരെ ചെറിയ കുത്തും മുനിയും ഒക്കെ വെച്ച് കേരള കൗമുദിക്ക് ഒരു അഭിമുഖം കൊടുക്കുന്നു. പക്ഷേ ആ അഭിമുഖം കഴിഞ്ഞ് പുറത്തിറങ്ങിയ നടി വളരെ ആസൂത്രിതമായി മുഖ്യധാര ചാനലുകളിലേക്ക് പെട്ടെന്ന് കടന്നു ചെല്ലുന്നു. ഇഷ്ടംപോലെ ഇൻ്റർവ്യൂ കൊടുക്കുന്നു, മാധ്യമ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നു. നേരം ഇരുട്ടി വെളുത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പീഡകനായി അവതരിപ്പിക്കുന്നതിൽ ആ നടി വിജയിച്ചു. അപ്പോൾ ഈ നടിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ആസൂത്രിത നീക്കങ്ങളുണ്ടോ എന്ന് സമൂഹ മാധ്യമങ്ങൾ സ്വാഭാവികമായി സംശയമുയർത്തി. അതിൽ നമുക്ക് സമൂഹ മാധ്യമങ്ങളെ കുറ്റം പറയുക വയ്യ. നേരം വെളുത്ത ഉടൻ തന്നെ നമ്മൾ കേൾക്കുന്നത് ഹണി ഭാസ്കരൻ എന്ന ഒരു സോഷ്യൽ മീഡിയയിൽ സജീവയായ ഒരു എഴുത്തുകാരി, സോഷ്യൽ മീഡിയ ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ, അവർ പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോട് അപമര്യാദയായി പെരുമാറി എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണ്. അവർക്ക് പിന്നാലെ ആരോപണങ്ങളുടെ ഒരു കുത്തൊഴുക്ക്, പലതും ചാറ്റുകളുടെ രൂപത്തിൽ, ചിലത് ശബ്ദരേഖയുടെ രൂപത്തിൽ. പക്ഷേ ഈ ചാറ്റുകൾക്കൊന്നും പല സ്ഥലങ്ങളിലും യഥാർത്ഥ പേരില്ല, എവിടെ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പൊടുന്നനെ മണിക്കൂറുകൾക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയൊരു പെൺവേട്ടക്കാരനാണ്. ഇനി രാഹുൽ മാങ്കൂട്ടം ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിൽ ഒരു ചൂഷണത്തിന് ശ്രമിക്കാത്ത ഒരു വനിതാ പ്രവർത്തക പോലും യൂത്ത് കോൺഗ്രസിലില്ല എന്നൊക്കെ തലത്തിൽ ഹണി ഭാസ്കറിനെ പോലെയുള്ളവർ പ്രസ്താവനകൾ ഇറക്കുന്നു. ഇത് സ്ത്രീത്വത്തെ വലിയ തോതിൽ അപമാനിക്കലാണ്. എന്നാൽ അതിനെ ശക്തമായി നിഷേധിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നതിൽ രാഹുൽ പരാജയപ്പെടുന്നു. ഇവിടെ ദുർബലമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ നമ്മൾ കണ്ടു. ഈ ആരോപണങ്ങളുടെ കുത്തൊഴുക്കിൽ പെട്ടെന്ന് തന്നെ VD സതീശനെല്ലാം അങ്ങ് സ്വയം ഏറ്റെടുത്തു. VD സതീശൻ രംഗത്ത് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുക ചെയ്തത്. റിനിയെ തനിക്കറിയാം, പക്ഷേ റിനിയുടെ പിതാവ് ഉൾപ്പെടെ സതീശൻ്റെ വലിയ സുഹൃത്തുക്കളാണ്. സതീശനുമായി വലിയ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന, തനിക്ക് തന്നെ മകളെപ്പോലെയുള്ള ഒരു യുവതിയാണ് റിനി എന്ന് പലവട്ടം സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സതീശനും ഒക്കെ ഇതേക്കുറിച്ച് വ്യക്തതയുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് ആരോപണങ്ങളുടെ ഒരു മലവെള്ളപ്പാച്ചിൽ, പുതിയ ശബ്ദരേഖ. ഇപ്പോഴും രാഹുലിനെയും കൂട്ടരെയും ഭയപ്പെടുത്തി നിർത്തുന്ന മറ്റ് ചില വെളിപ്പെടുത്തലുകളോടെയാണ്. ഇനിയും കൂടുതൽ ബോംബുകൾ വരും ദിവസങ്ങളിൽ പൊട്ടുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഏറെ ദുർഘടമായൊരു ഘട്ടത്തിലേക്ക് രാഹുൽ കടന്നിരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും തീപ്പോരാട്ടം നടത്തിയ ഒരു യുവ നേതാവ് നിലത്ത് വീണ് കിടന്നുരുളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. പക്ഷെ അതിലപ്പുറം ഇതിൽ പകയുടെ, ഗൂഢാലോചനയുടെ, ആസൂത്രിത നീക്കങ്ങളുടെ ഒരു വലിയ നെഗറ്റീവ് ക്യാമ്പയിൻ്റെ ഒരു തലം കൂടി ഇതിനുണ്ട്. സർ, അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. കാരണം
പലരും സംശയിക്കുന്ന ഒരു വിഷയമുണ്ട്. പ്രത്യേകിച്ച് ഈ AI സാങ്കേതിക വിദ്യയൊക്കെ തന്നെ ഇത്രയധികം രൂപപ്പെട്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്തിനേറെ പറയുന്നു, നമ്മുടെ പലരുടെയും ശബ്ദം AI ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിലും മാറ്റിയെടുക്കാനും സംസാരിപ്പിക്കാനും ആർക്കും കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത്തരത്തിലൊരു ശബ്ദരേഖ വരുന്നു, അത് AI വഴി ചിത്രീകരിച്ചൂടെ എന്നുള്ള ചോദ്യം ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. നമ്മൾ തന്നെ വാർത്ത കൊടുക്കുമ്പോൾ പറയാറുണ്ട്, ആ പരാതിക്കാരി നേരിട്ടൊരു പരാതി കൊടുക്കട്ടെ, പരാതിക്കാരി എന്ന് പോലും പറയാൻ പറ്റത്തില്ല, ആരോപണം ഉന്നയിക്കുന്നേ ഉള്ളൂ. ആദ്യം പറഞ്ഞൊരു വലിയ പോയിന്റാണ്. ഇവിടെ രണ്ട് തലത്തിൽ കുഴഞ്ഞു നിൽക്കുകയാണ്. ഒരു തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ പെട്ടു നിൽക്കുന്നു, മറുവശത്തെ ഈ യുവതി. അതിൻ്റെ കാരണം ഒരു പക്ഷേ ഏതെങ്കിലും ഒരു യുവതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊരു ഗർഭമുണ്ടാകുന്ന ഒരു സന്ദർഭമുണ്ടായോ എന്ന് നമുക്കതിനെക്കുറിച്ച് അറിയില്ല. ഒരു പക്ഷേ ഒരു യുവതിയും രാഹുലും തമ്മിലുള്ള സ്വകാര്യതയിൽ ഇത്തരമൊരു ഗർഭ സംഭാഷണം ഉടലെടുക്കുകയും അത് ഈ യുവതിയുടെ ഉറ്റ സുഹൃത്തുക്കൾക്ക് അറിയുകയും ചെയ്യാമായിരിക്കാം. അങ്ങനെയെങ്കിൽ ആ സാഹചര്യം മുതലെടുത്ത് ഇത്തരമൊരു ശബ്ദരേഖ തയ്യാറാക്കിയാൽ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ആ യുവതിയുടെ പേരിൽ ഇത് അവതരിപ്പിക്കാൻ കഴിയും. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചുകൊണ്ട് പുറത്തു വരില്ല. കാരണം ഇനി ആ യുവതിയുടേതാണോ ഈ വെളിപ്പെടുത്തലെന്ന് രാഹുലിന് അറിയില്ല. താനിത് നിഷേധിച്ചാൽ ഒരുപക്ഷെ യഥാർത്ഥത്തിലുള്ള യുവതി തന്നെ രംഗത്തെത്തിയാൽ അപകടമാണ്. അപ്പോൾ അതൊരു വശത്ത് നിൽക്കുന്നു. യുവതിയെ സംബന്ധിച്ച് ഞാനല്ല, എൻ്റെ ശബ്ദമല്ല എന്ന് പറയാൻ വയ്യ. കാരണം യുവതിയുടെ പേരില്ല, യാതൊരുവിധ സൂചനകളുമില്ല, ഏതോ ഗർഭിണിയായ ഒരു യുവതിയുടെ ശബ്ദം. അപ്പോൾ ഇവിടെ യുവതിയും രാഹുൽ മാങ്കൂട്ടത്തിലും പൂർണ്ണമായി വെട്ടിലാകാനുള്ള സാധ്യതയുമുണ്ട്. സത്യം പുറത്ത് വരാത്തിടത്തോളം സമയം നമുക്ക് ഇത്തരം സംശയങ്ങളൊക്കെ മുന്നിൽ വെക്കേണ്ടി വരും. ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചാണെങ്കിൽ കേസ് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യവും ഇല്ല. ഈ പറഞ്ഞതുപോലെ എല്ലാ അന്തരീക്ഷത്തിലാണ്. ഈ കഴിഞ്ഞ ദിവസം യുവതിയുടെ ഏകദേശ സൂചനകളൊക്കെ പോലീസിന് കിട്ടി എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നു. പക്ഷേ വൈകുന്നേരം അതില്ല. ഒരു ദിവസം മുൻപ് 24 മണിക്കൂറുകൾക്ക് മുൻപ് കേരളത്തിൻ്റെ ചാർജുള്ള AICC സെക്രട്ടറി ദീപദാസ് മുൻഷിയുടെ കയ്യിൽ 9 പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ മാധ്യമങ്ങളോട് സൂചിപ്പിക്കുന്നു. പക്ഷേ പിന്നീട് ഇന്നിതാ ദീപദാസ് മുൻഷി വെളിപ്പെടുത്തിയിരിക്കുന്നു, രാഹുലിനെതിരെ ഒരൊറ്റ പരാതി പോലും പാർട്ടിയുടെ കയ്യിലില്ല. പാർട്ടിയുടെ കയ്യിൽ ഒരൊറ്റ പരാതി ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ, മറ്റ് വെളിപ്പെടുത്തലുകളൊന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ, തനിക്ക് പരാതിയില്ല, ഇപ്പോഴും തന്നെ നല്ല സുഹൃത്താണ്, ഞാൻ തിരുത്താൻ വേണ്ടി ഉപദേശിക്കുകയാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയ നടി റിനി ആൻ ജോർജിൻ്റെ പേരിൽ പിന്നെ എന്തിനാണ് ഈ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തങ്ങൾ ഇനി നടപടിയെടുക്കും, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷിക്കാനൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുമെന്ന് VD സതീശൻ ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ട്? ഇന്ന് രാവിലെ സതീശൻ നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജനപ്രാതിനിധ്യ ആ അംഗത്വം പോലും നഷ്ടപ്പെട്ടേക്കും, രാജിവെക്കേണ്ടി വരും എന്ന സൂചന എന്തുകൊണ്ട് VD സതീശൻ നൽകി? മണിക്കൂറുകൾക്കുള്ളിൽ അത് നിഷേധിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനിറങ്ങി? എന്തു വന്നാലും താൻ രാജിവെക്കില്ല എന്ന് ഇതുവരെ മൗനിയായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് പറയാൻ നിർബന്ധിതനായി? ഇതിന് പിന്നിലും ചില രാഷ്ട്രീയമുണ്ട്. നേരത്തെ സതീശൻ്റെ പിള്ളേരായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സതീശനും പിള്ളേരും ഇനി കേരളം ഭരിക്കുമെന്നാണ് മുദ്രാവാക്യം നമ്മൾ കേട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു മന്ത്രിയാകും എന്നുവരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ച കോൺഗ്രസ് നേതാക്കളുണ്ട്. VD സതീശൻ ആ ഘട്ടത്തിൽ അത് സംബന്ധിച്ച ചില സൂചനകളും നൽകി. എന്നാൽ ആ തെരഞ്ഞെടുപ്പിന് ശേഷം സതീശൻ വല്ലാതങ്ങ് കേരളത്തിൽ വളർന്നു കയറുന്നു എന്ന് സതീശൻ്റെ തന്നെ മെൻറ്ററായ KC വേണുഗോപാലിനൊരു തോന്നൽ. എന്നാൽ കേരളത്തിൽ തൻ്റെ ഗ്രിപ്പ് കുറയരുത് എന്ന് കരുതി സതീശൻ്റെ കൂട്ടാളികളെ KC ഡയറക്റ്റ് അങ്ങ് എടുത്തു. അതിൻ്റെ ഭാഗമായിരുന്നു ഷാഫി പറമ്പിലും ഇതേ രാഹുൽ മാങ്കൂട്ടവും ഒക്കെ KC വേണുഗോപാലിനോട് കൂടുതൽ ഒട്ടിയത്. അതിനുശേഷം സതീശൻ ഇവരെ സംശയിച്ചു. തന്നെ ഉറ്റുകൊടുത്ത യൂദാസാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മട്ടിലാണ് പിന്നെ രാഹുലിനെ സതീശൻ കണ്ടത്. പിന്നീട് രാഹുലിനെ അകറ്റി നിർത്തി. രാഹുലിൻ്റെ ഈ വീഴ്ചയും ഈ ഗ്രൂപ്പ് പോലും നമുക്കിവിടെ ചേർത്ത് വായിക്കണം. മറുവശത്ത് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയുടെ നോമിനി ഹൈക്കമാൻഡിൻ്റെ ഒക്കെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞാണ് രമേശ് ചെന്നിത്തല എന്ന് നമ്മുടെ അബിൻ വർക്കിയെ കൊണ്ടുവന്നത്. അബിൻ വർക്കി അന്ന് പൊരുതി കയറി ഇഷ്ടംപോലെ വോട്ടും പിടിച്ചു. അന്ന് ഒരു അഭിമാന പോരാട്ടമായിരുന്നു. യൂത്ത് കോൺഗ്രസ് ഇക്കുറി പിടിക്കുമെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല അന്ന് പരാജയപ്പെട്ട അബിൻ വർക്കി ഇപ്പോൾ കട്ടപ്പയാണെന്ന് ആണ് രാഹുൽ മാങ്കൂട്ടം വിഭാഗം പറയുന്നത്. അതേ അബിൻ വർക്കിയെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. രമേശ് ചെന്നിത്തലയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു. അപ്പോൾ ഒരു വശത്ത് കേരളത്തിലെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കൾ, ഒന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തലയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. അപ്പോൾ സ്വന്തം പാളയത്തിൽപ്പെട്ട ഗ്രൂപ്പ് പോര് രാഹുലിൻ്റെ വീഴ്ചയ്ക്ക് ഒരു വശത്ത് കാരണമാകുന്നു. മറുവശത്ത് ശത്രുനിര ഇപ്പോൾ ആഹ്ലാദിക്കുകയാണ്. കാരണം
അവർക്ക് കൃത്യമായ ഒരു ആസൂത്രണം ഒരുക്കാൻ, ആ പ്ലാനിങ്ങോടെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ ഒക്കെയുള്ള സമയം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ആക്രമണം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കണ്ടശ രാഹുലിന് നേർക്ക് തൊടുത്തുവിടാൻ കഴിയുന്നു. മറുവശത്ത് ഗർഭിണിയായ യുവതി തങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്നുവരെ ശത്രുപക്ഷം ഇപ്പോൾ രഹസ്യമായി പ്രചരിപ്പിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഞങ്ങളൊരു പരാതിയുമായി പോലീസിനെ സമീപിക്കും, അപ്പോൾ തീരുന്നതേ ഉള്ളൂ ഇവൻ്റെ മിടുക്ക്, ഇവൻ്റെ അഹങ്കാരം എന്നൊക്കെയാണ് ശത്രുപക്ഷത്തിൻ്റെ കരുതൽ. ഇവിടെ നമുക്ക് ചില സംശയങ്ങൾ സ്വാഭാവികമാണ്. ഒന്ന്, നടിയുടെ വെളിപ്പെടുത്തൽ, ഹണി ഭാസ്കറിൻ്റെ വെളിപ്പെടുത്തൽ, മറ്റ് ചില ചാറ്റുകൾ. അപ്പോൾ ഈ യുവതികൾ എല്ലാവരും ഒരുമിച്ചോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ, 35 വയസ്സുള്ള, രാഷ്ട്രീയത്തിൽ വളരെ ഉയർന്ന ഭാവി പ്രതീക്ഷിച്ചിരുന്ന, സ്ത്രീകൾക്കൊക്കെ വലിയ ആരാധന തോന്നുന്ന ഒരു യുവത്വത്തിൻ്റെ ഒരു പ്രതീകമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭാവി ഭർത്താവായൊക്കെ ആഗ്രഹിക്കുക സ്വാഭാവികമാണ് യുവതികളെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ ആരാധികമാരുണ്ട്. അതൊക്കെ ഒരു പക്ഷേ രാഹുൽ ചൂഷണം ചെയ്തിരിക്കും, ഒരു പക്ഷേ അല്ല, രാഹുൽ ചൂഷണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതൊരു ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ്. കാരണം ഒരു ജനപ്രതിനിധിയാണ്, കുറച്ചൊക്കെ മൊറാലിറ്റി കീപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അതിനിപ്പോൾ രാഹുൽ കൊടുക്കാൻ പോകുന്ന വലിയ വിലയാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെ പരിക്ക് സംഭവിച്ചിരിക്കുന്നു. എന്നാൽ രാഹുലിനെതിരെയുള്ള ഈ പ്രചരണവും ഈ ആക്രമണവും അതിലും ഒരുപാട് പാകപ്പിഴകളുണ്ട്, ഒരുപാട് ക്രിമിനൽ തലങ്ങളുണ്ട്, അതിൻ്റേതായ ഗൂഢാലോചനയുണ്ട്, ആസൂത്രണമുണ്ട്. അതിൽ മീഡിയയ്ക്ക് പങ്കുണ്ട്, രാഷ്ട്രീയപരമായ ശത്രുക്കൾക്ക് പങ്കുണ്ട്, സ്വന്തം ക്യാമ്പിലെ ശത്രുക്കൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാധ്യമ വിചാരണ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമപരമായ ഒരു നടപടിയും ഉണ്ടാകാതെ ഒരു മനുഷ്യനെ മാനസികമായി എത്രത്തോളം നശിപ്പിക്കാമോ അതിൻ്റെ പാരമ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മാധ്യമ വിചാരണ അത് മുമ്പൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പോൾ മാധ്യമ ആക്രമണമാണ്. അതെ, കൂട്ടാക്രമണം. അതെ, വിചാരണയല്ല. അത് ഇപ്പോൾ മാധ്യമങ്ങളുടെ ഒരു പൊതുശൈലിയുണ്ട്. ഒരു ഇത്തിരി തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു ആളെ വേട്ടയാടി വീഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ ഇരയായി. ആ ഇരയെ പരമാവധി പങ്കിട്ടെടുക്കുന്നതിൽ മത്സരിക്കുകയാണ്. അതിപ്പോൾ റിപ്പോർട്ടർ ചാനലും 24 ഒക്കെ മത്സരിക്കുന്ന ആ ഒരു മത്സരബുദ്ധിയോടെ പുറത്തേക്ക് വിടുന്ന റിപ്പോർട്ടുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ആദ്യം ഒരു യുവതിയുടെ വേറിട്ടൊരു ശബ്ദം, ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു ശബ്ദം തിരിച്ചറിയാതിരിക്കാൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ഇതിനെതിരെ പ്രതികരിക്കാൻ രാഹുലിന് കഴിയുന്നില്ല. ഇത് ഏത് യുവതിയുടേതാണെന്ന് രാഹുലിന് തന്നെ ഒരു പക്ഷേ അറിയില്ല, പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല. രാഹുലിന് അതും പറയുന്നുണ്ട്, പല സ്ത്രീകളുടെ പേരുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാഹുലിനും കൺഫ്യൂഷനായി. എന്തായാലും ഇത്തരം ഒരു ഘട്ടത്തിലേക്ക് കേരളത്തെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രേക്ഷകരെ കൂടി വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തെങ്കിൽ അത് നിയമപരമായ നടപടികളിലൂടെ ജനത്തെ ബോധ്യപ്പെടുത്തുക, അതിനെതിരെ ശക്തമായ നിലപാടെടുക്കണം. അതല്ലാതെ ലോകത്ത് മറ്റ് രാജ്യങ്ങളിലൊന്നും, ഇപ്പോൾ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിലൊന്നും ഇത്തരം മാധ്യമ ആക്രമണങ്ങൾക്കുള്ള വലിയ സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ നടക്കുന്ന അതിഭീകരമായ മാധ്യമ ആക്രമണമാണ് ഒരു വശത്ത്. മറുവശത്ത് നമ്മൾ കേൾക്കുന്നതൊക്കെ സത്യമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ മാലിന്യവുമാണ്. നമുക്കത് രണ്ടും ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് ഒരു പരിധിക്കപ്പുറമുള്ള ആക്രമണമാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന പരാതിക്കാരി എന്ന് പറയപ്പെടുന്ന പരാതിക്കാരി ഒരു പരാതിയെങ്കിലും കൊടുത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഒരു തെറ്റിദ്ധാരണയെങ്കിലും മാറ്റി നിർത്തണം, അകറ്റണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയാണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ ആരോപണ വിധേയനായി പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ലെങ്കിൽ അതിനുള്ള നടപടിയും ഒരു ഭാഗത്ത് സ്വീകരിക്കണമെന്നുള്ള, കാരണം ഇതിനു മുൻപും പല വ്യാജ പരാതികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതുപോലുള്ള പരാതികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കുമുള്ള യാഥാർത്ഥ്യം അത് ഉറപ്പായും പുറത്തു കൊണ്ടുവരേണ്ടതാണ്. നിയമപരിരക്ഷ ആ യുവതിക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.